പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പുതിയ ചാപ്റ്ററൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലേ? എന്താണ് ചാപ്റ്ററിൻ്റെ പേര്? ലായനികൾ അല്ലേ? അപ്പം ഈ ക്രിസ്മസ് വെക്കേഷനൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും എല്ലാം മറന്നു പോയിട്ടുണ്ടാവും. നമ്മൾ ലായനികളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലായനി എന്താണ്, ലായനിയിലെ രണ്ട് ഘടകങ്ങളായ ലീനം, ലായകം ഇതെന്താണ്, ലായനിയുടെ ഗാഢത എങ്ങനെ പറയാം, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു അല്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പലതരം ലായനികളെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തത് പൂരിത ലായനിയാണ്. പൂരിത ലായനി. അപ്പോൾ എന്താണ് പൂരിത ലായനി, എങ്ങനെയാണത് ഉണ്ടാക്കുക എന്ന് നോക്കാം. അതിനായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പരീക്ഷണം പറയുന്നുണ്ട്. എന്താണ് പരീക്ഷണം? 2 ബീക്കറുകളിൽ 50 ml വീതം ജലമെടുക്കുക. അതിനുശേഷം 2 ബീക്കർ എടുക്കുക, അതിൽ രണ്ടിലും ഒരേപോലെ 50 ml ജലം എടുക്കുക. അതിനുശേഷം 100 ഗ്രാം വീതം പൊടിച്ച ഉപ്പ്, നമ്മുടെ സാധാരണ കറിയുപ്പ് 100 ഗ്രാം വീതം പൊടിച്ച ഉപ്പും അമോണിയം ക്ലോറൈഡും എടുക്കുക. 100 ഗ്രാം പൊടിച്ച ഉപ്പും എടുക്കുക, 100 ഗ്രാം അമോണിയം ക്ലോറൈഡും എടുക്കുക. എന്നിട്ട് ഒരു ബീക്കറിലെ ജലത്തിൽ, 2 ബീക്കർ ഉണ്ടല്ലോ, അതിൽ ഒരു ബീക്കറിലെ ജലത്തിൽ ഉപ്പ് കുറേശ്ശെയായി ലയിപ്പിക്കുക. പ്രവർത്തനം തുടരുക. അപ്പോൾ എന്താണ് നമുക്ക് കാണാൻ കഴിയാന്നാണ്, നമ്മളിങ്ങനെ ഉപ്പ് ആ ജലത്തിൽ ലയിപ്പിച്ചുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ ഉപ്പ് അതിൽ ലയിക്കാതെ കിടക്കുന്നത് കാണാം. പിന്നെ നമ്മൾ ഇടുന്ന ഉപ്പൊന്നും ആ ഒരു ലായനിയിൽ ലയിക്കില്ല, ആ ലായകത്തിൽ ലയിക്കില്ല. അതെന്ത് ചെയ്യും? അടിയിൽ കിടക്കുന്നത് കാണാം. അപ്പോൾ ഒരു പരിധി കഴിഞ്ഞാൽ ഉപ്പ് വീണ്ടും ലയിക്കാത്ത ഒരു അവസ്ഥ അവിടെ ഉണ്ടാകുന്നു. അത്തരത്തിൽ പരമാവധി ഉപ്പ് ലയിച്ച് ചേർന്ന് കഴിഞ്ഞ ആ ലായനിയാണ് നമ്മൾ എന്ത് പറയുക? ഉപ്പിൻ്റെ പൂരിത ലായനി എന്ന് പറയുക. പരമാവധി ലീനം ലയിച്ചു ചേർന്ന ഇത്തരം ലായനികളാണ് പൂരിത ലായനി. ഇവിടെ ലീനം എന്ന് പറയുന്നത് ഉപ്പാണ്, ലായകം എന്താണ്? വെള്ളമാണ് അല്ലേ? അപ്പം ജലത്തിൽ പരമാവധി ഉപ്പ് ലയിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും അതിനെ? ആ ഉപ്പിൻ്റെ പൂരിത ലായനി എന്ന് പറയാം. അപ്പോൾ പരമാവധി ലീനം ലയിച്ചു ചേർന്ന ലായനികളാണ് പൂരിത ലായനികൾ. ഒരു നിശ്ചിത താപനിലയിലായിരിക്കണം. അപ്പോൾ നമ്മൾ അന്തരീക്ഷ താപനിലയിൽ നമ്മൾ വെച്ചിട്ടാണ് ആ ഒരു ബീക്കറിലെ ജലത്തിലേക്ക് ഉപ്പ് ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു നിശ്ചിത താപനിലയിൽ പരമാവധി ലീനം ലയിച്ചു ചേർന്നാൽ കിട്ടുന്ന ലായനിയാണ് പൂരിത ലായനി. ഒരു നിശ്ചിത താപനിലയിൽ പരമാവധി ലീനം ലയിച്ച് ചേർന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന ലായനിയാണ് എന്ത്? പൂരിത ലായനി. അപ്പോൾ നമുക്ക് ഉപ്പിൻ്റെ പൂരിത ലായനി ഉണ്ടാക്കിക്കൂടെ? ഇനി പഞ്ചസാരയുടെ പൂരിത ലായനി ഉണ്ടാക്കിക്കൂടെ? എന്ത് ചെയ്താൽ മതി? ജലം എടുക്കുക, അതിലേക്ക് എന്ത് ചെയ്യുക? ആ ഉപ്പായാലും ഏതാണോ ലീനം അത് ഇട്ടുകൊണ്ടേ ഇരിക്കുക. അവസാനം അത് ഇനി ലയിക്കില്ല എന്നുള്ള അവസ്ഥയിലെത്തുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? ആ പൂരിത ലായനി എന്ന് പറയുന്നത്. ഇനി പൂരിത ലായനി ഉണ്ടാകുന്നതിന് മുമ്പുള്ള അവസ്ഥയിൽ ലായനിയെ നമ്മൾ വിളിക്കുക അപൂരിത ലായനി എന്നാണ്. എന്താണ് അപൂരിത ലായനി? അപൂരിത ലായനിക്ക് ലീനത്തെ ലയിപ്പിക്കാൻ കഴിയും. കാരണം അത് പൂരിതമായിട്ടില്ലല്ലോ. പൂരിതമായി കഴിഞ്ഞാൽ പിന്നെ ലയിക്കില്ല. അപ്പോൾ അപൂരിത ലായനി എന്ന് പറഞ്ഞാൽ പൂരിത ലായനി ഉണ്ടാകുന്നതിന് മുമ്പുള്ള അവസ്ഥയാണ് അപൂരിത ലായനി എന്ന് പറയുന്നത്. അപൂരിത ലായനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലീനത്തെ വീണ്ടും ലയിപ്പിക്കാൻ കഴിയും. ഇനി നമ്മൾ നേരത്തെ അമോണിയം ക്ലോറൈഡും കൂടി എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ബീക്കറിലേക്ക് അല്പാൽപമായി അമോണിയം ക്ലോറൈഡ് ചേർത്ത് ഇളക്കിക്കൊണ്ട് പരീക്ഷണം ആവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അമോണിയം ക്ലോറൈഡിൻ്റെ പൂരിത ലായനി ലഭിക്കും അല്ലേ? നമ്മൾ രണ്ടാമത്തെ ബീക്കറിലേക്ക് അമോണിയം ക്ലോറൈഡ് ഇട്ടുകൊണ്ട് അത് ലയിപ്പിച്ചുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അമോണിയം ക്ലോറൈഡിൻ്റെ പൂരിത ലായനി കിട്ടും. ഒരേ സാഹചര്യത്തിൽ ഇപ്പോൾ ഇവിടെ നമ്മൾ 2 സമയത്തും ലായനി തയ്യാറാക്കാൻ എടുത്ത ലായകം ഒന്ന് തന്നെയാണ്, ജലത്തിലാണ് ലയിപ്പിച്ചത് അല്ലേ? ജലത്തിൻ്റെ പൂരിത ലായനിയാണ് നമ്മൾ തയ്യാറാക്കിയത്. അപ്പം 2 കേസിലും ഇപ്പോൾ ഉപ്പിൻ്റെ പൂരിത ലായനി തയ്യാറാക്കാൻ ആവശ്യമായി വന്ന ഉപ്പിൻ്റെ അളവും അതുപോലെ അമോണിയം ക്ലോറൈഡിൻ്റെ പൂരിത ലായനി തയ്യാറാക്കാൻ ആവശ്യമായി വന്ന അമോണിയം ക്ലോറൈഡിൻ്റെ അളവും വ്യത്യസ്തമായിരിക്കും. അപ്പം എന്താണ്? കൂടുതൽ അമോണിയം ക്ലോറൈഡ് ലയിപ്പിച്ചു കഴിഞ്ഞാൽ അമോണിയം ക്ലോറൈഡിൻ്റെ പൂരിത ലായനി നമുക്ക് കിട്ടുള്ളൂ. അതിനേക്കാൾ കുറച്ച് ലയിപ്പിച്ചാൽ മതി ഉപ്പിൻ്റെ പൂരിത ലായനി ഉണ്ടാക്കാൻ അതിനേക്കാൾ കുറഞ്ഞ അളവ് ഉപ്പ് ലയിപ്പിച്ചാൽ മതി. അപ്പം ഓരോ ലീനത്തിനും ഓരോ പദാർത്ഥങ്ങൾക്കും എന്താണ്? ലയിക്കാനുള്ള കഴിവ് എന്താണ്? വ്യത്യസ്തമാണ്. അപ്പോൾ ഇവിടെ ഉപ്പിൻ്റെയും അമോണിയം ക്ലോറൈഡിൻ്റെയും അളവ് വ്യത്യാസപ്പെടാൻ കാരണം രണ്ടിൻ്റെയും ലേയത്വം വ്യത്യസ്തമാണ്. അപ്പോൾ എന്താണ് ലേയത്വം എന്ന് പറയുന്നത്? ലേയത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിശ്ചിത താപനിലയിൽ
100 ഗ്രാം ലായകത്തെ പൂരിതമാക്കാൻ ആവശ്യമായ ലീനത്തിൻ്റെ ഗ്രാമിൽ ഉള്ള അളവാണ് ആ ലീനത്തിൻ്റെ ആ ലായകത്തിലെ ലേയത്വം എന്ന് പറയുന്നത്. ഒരു നിശ്ചിത താപനിലയിൽ 100 ഗ്രാം ജലം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ 100 ഗ്രാം ജലത്തെ പൂരിതമാക്കാൻ എത്രത്തോളം ഗ്രാം ലീനം വേണം എന്നുള്ളതാണ് ആ ലീനത്തിൻ്റെ ലേയത്വം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു നിശ്ചിത താപനിലയിൽ 100 ഗ്രാം ജലത്തെ പൂരിതമാക്കാൻ ആവശ്യമായ ഉപ്പിൻ്റെ ഗ്രാമിലുള്ള അളവാണ് ഉപ്പിൻ്റെ ജലത്തിലെ ലേയത്വം എന്ന് പറയുന്നത്. ഇനി പഞ്ചസാര പറയുകയാണെങ്കിലോ, ഒരു നിശ്ചിത താപനിലയിൽ 100 ഗ്രാം ജലത്തെ പൂരിതമാക്കാൻ ആവശ്യമായ പഞ്ചസാരയുടെ ഗ്രാമിലുള്ള അളവാണ് പഞ്ചസാരയുടെ ജലത്തിലെ ലേയത്വം എന്ന് പറയുന്നത്. അപ്പോൾ 100 ഗ്രാം ജലത്തെ പൂരിതമാക്കാൻ എത്രത്തോളം ലീനം ആവശ്യമാണ് എന്നുള്ളതാണ് ആ ലീനത്തിൻ്റെ ലായകത്തിലെ ലേയത്വം. അപ്പോൾ ലായകം മാറുന്നതിനനുസരിച്ച് അത് മാറുകയും ചെയ്യും. മനസ്സിലായോ? അപ്പോൾ ലായകത്തിൻ്റെ ആ ഒരു സ്വഭാവം, ലീനത്തിൻ്റെ സ്വഭാവവും അതുപോലെ ലീനത്തിൻ്റെ സ്വഭാവം അനുസരിച്ചിരിക്കും, എത്രത്തോളം ആ ലീനത്തിന് ലയിക്കാനുള്ള കഴിവുണ്ട് എന്നുള്ളതനുസരിച്ചിരിക്കും. അപ്പോൾ ഒരു നിശ്ചിത താപനിലയിൽ 100 ഗ്രാം ജലത്തെ പൂരിതമാക്കാൻ എത്ര ഗ്രാം ലീനം ആവശ്യമാണ് എന്നുള്ളതാണ് ആ ലീനത്തിൻ്റെ ആ ലായകത്തിലെ ലേയത്വം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം ഉപ്പിൻ്റെയും അമോണിയം ക്ലോറൈഡിൻ്റെയും ലേയത്വം വ്യത്യസ്തമായതുകൊണ്ടാണ് നമുക്ക് വ്യത്യസ്ത അളവിലുള്ള ഉപ്പും അമോണിയം ക്ലോറൈഡും ആവശ്യമായി വന്നത്, അല്ലേ? പൂരിത ലായനി തയ്യാറാക്കാനായിട്ട്. മനസ്സിലായോ? ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞു പൂരിത ലായനി പറഞ്ഞു, അപൂരിത ലായനി പറഞ്ഞു. എന്നാൽ ഇങ്ങനെ പൂരിതമാക്കിയ ലായനിയിലേക്ക് വീണ്ടും ലീനത്തെ ലയിപ്പിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഇപ്പോൾ നമ്മൾ ഉപ്പിൻ്റെ പൂരിത ലായനിയും തയ്യാറാക്കി, അമോണിയം ക്ലോറൈഡിൻ്റെ പൂരിത ലായനിയും തയ്യാറാക്കി. എന്നാൽ ഈ 2 ലായനികളിലേക്കും കുറച്ചുകൂടി ലീനം ലയിപ്പിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഉപ്പിൻ്റെയും അമോണിയം ക്ലോറൈഡിൻ്റെയും പൂരിത ലായനിയിൽ കൂടുതൽ ലീനം ലയിപ്പിക്കാൻ, അതായത് കൂടുതൽ ഉപ്പോ അമോണിയം ക്ലോറൈഡോ ലയിപ്പിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? എന്ത് ചെയ്താൽ മതി? ഉപ്പിൻ്റെ പൂരിത ലായനിയിൽ കൂടുതൽ ഉപ്പ് ചേർത്തിട്ട് ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ചുകൂടി ഉപ്പ് അതിൽ ലയിപ്പിക്കാൻ കഴിയും. മനസ്സിലായോ? നമ്മൾ എന്ത് ചെയ്യുക? കുറച്ചും കൂടി ഉപ്പിടുക. എന്നിട്ട് പൂരിത ലായനി നമ്മൾ എന്താ പറയുക, പൂരിത ലായനിയിൽ ഇനി ലീനം ലയിക്കില്ല എന്നുള്ള അവസ്ഥയിലാണ് എന്നാണ് നമ്മൾ പറഞ്ഞത്, സാധാരണ താപനിലയിൽ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക? കുറച്ചും കൂടി ഉപ്പിട്ടിട്ട് അതിനെ ചൂടാക്കുക. ചൂടാക്കി കഴിഞ്ഞാൽ അതിൽ കുറച്ചുകൂടി ലയിക്കാനുള്ള സാധ്യതയുണ്ട്. മനസ്സിലായോ? അപ്പം ഇങ്ങനെ കൂടുതൽ ലീനം ലയിച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് പറയും? അതിപൂരിത ലായനി എന്ന് പറയും. ഈ ലായനിയെ അതിപൂരിത ലായനി എന്ന് പറയും. അപ്പോൾ അമോണിയം ക്ലോറൈഡ് ലായനിയും ചൂടാക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലെ അതിപൂരിത ലായനി തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്തായാലും ഈ പൂരിത ലായനിയിലേക്ക് വീണ്ടും ലീനത്തെ ലയിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർഗം എന്താണ്? ചൂടാക്കിയിട്ട് ലയിപ്പിക്കാൻ കഴിയും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. അവിടെ നമ്മൾ ചൂടാക്കി ലയിപ്പിച്ച് കഴിഞ്ഞിട്ട് അത് കുറച്ച് നേരം തണുക്കാൻ വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ കൂടുതലായിട്ട് ലയിച്ച് ചേർന്നിട്ടുള്ള ലീനം താഴെ അടിയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിപൂരിത ലായനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിശ്ചിത താപനിലയിൽ ലയിക്കാവുന്നതിൽ അധികം ലീനം ലയിച്ചു ചേർന്ന ലായനിയാണ് അതിപൂരിത ലായനി. അപ്പോൾ പൂരിത ലായനി, അപൂരിത ലായനി, അതിപൂരിത ലായനി. മനസ്സിലായോ? പൂരിത ലായനി എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത താപനിലയിൽ ലയിക്കാവുന്നതിൽ മാക്സിമം ലീനം ലയിച്ചു ചേർന്ന ലായനിയാണ്. അപൂരിത ലായനി എന്ന് പറഞ്ഞാൽ പൂരിത ലായനി ആവുന്ന അവസ്ഥയ്ക്ക് തൊട്ട് മുമ്പുള്ള ലായനിയാണ് അപൂരിത ലായനി. ഇനി അതിപൂരിത ലായനി എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത താപനിലയിൽ ലയിക്കാവുന്നതിൽ അധികം ലീനം ലയിച്ചു ചേർന്ന ലായനിയാണ് അതിപൂരിത ലായനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം പൂരിത ലായനിയെ ചൂടാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വീണ്ടും ലീനത്തെ ലയിപ്പിച്ചിട്ടാണ് അതിപൂരിത ലായനി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് കുറച്ച് ചെറിയൊരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, 3 തരം ലായനികൾ എന്താണ് എന്നുള്ളത്. അപ്പോൾ നോട്ട്സ് എഴുതിയെടുക്കുക. ഇനി ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാനുണ്ട്. കൂടുതൽ കാര്യങ്ങൾ അതിപൂരിത ലായനിയെക്കുറിച്ചും ലേയത്വത്തെക്കുറിച്ചൊക്കെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.